ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ക്രീമൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ബട്ടറോ നെയ്യോ ഒന്നും ഉപയോഗിക്കാതെ വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ ചോക്ലേറ്റ് ക്രീം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ക്രീം. അപ്പോൾ വൈറ്റ് ക്രീമും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിതിനകത്ത് മൈദ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെയ്യാണെങ്കിലും ബട്ടർ ആണെങ്കിലും ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് മൈദയാണ്. മൈദ നമ്മൾ ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. അപ്പം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറുതായിട്ടൊരു കളറ് മാറുന്ന വരെ വറുത്തെടുക്കുക. ഒരുപാട് അങ്ങ് കളറ് മാറിപ്പോകണ്ട. അപ്പം നമ്മുടെ ക്രീമിൻ്റെ ആ ഒരു കളറ് മാറിപ്പോവും. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്ന വരെ, അതുപോലെ നല്ലൊരു മണം വരും ആ ഒരു സമയത്ത്. അതുവരെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ മൈദ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോ എങ്ങനെയാണെന്ന് വെച്ചാൽ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി 2-3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അതിൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീമിന് കുറച്ചുകൂടെ നല്ല കളർ കിട്ടും. അപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ചേർക്കാവുന്നതാണ്. സാധാരണ നമ്മുടെ മിൽക്കി ബാറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമ്മൾ 1/4 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പാലാണ് വേണ്ടി വരിക. പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ആ പാലുമായിട്ട് ചേർന്നിട്ട് നമ്മുടെ മൈദ ഒന്നുകൂടെ ഒന്ന് വെന്ത് റെഡിയായി കിട്ടും. ഇപ്പോൾ അത് ആ മൈദയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. പാലുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കണം. അപ്പോൾ നമ്മുടെ ഈ ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ആ ഒരു മൈദയുടെ ഒക്കെ ടേസ്റ്റൊക്കെ മാറിയിട്ട് നല്ലൊരു ക്രീമിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രീം ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ആ പാലൊക്കെ നന്നായിട്ട് മിക്സായി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. ഇപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴേ ഇത് നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പക്ഷെ അത് മൊത്തം നമ്മൾ ഒരുമിച്ച് ഒഴിക്കണ്ട. ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്താൽ മതി. ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 1/4 കപ്പ് പാലിൽ ഇത്രയും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ക്രീം ഉള്ളത്. ഒരുപാട് പാല് കൂടി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ ക്രീം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്രീം ഉണ്ടാവുക. നമുക്ക് കേക്കിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കറക്റ്റ് പരുവാണിത്. നല്ല ക്രീമിയാണ്. അതുപോലെ ഇത് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചോക്ലേറ്റ് കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ പോലും പാൽപ്പൊടി ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിൻ്റെ കളർ പ്യുവർ വൈറ്റ് ആണെന്ന് ഞാൻ പറയില്ല. കാരണം കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും നമ്മൾ മൈദ വറുത്തെടുക്കുന്നതിൻ്റെ. എങ്കിലും ഒരുവിധം നല്ലൊരു കളറാണ്. പിന്നെ നമ്മൾ കൂടുതൽ പാൽപ്പൊടി ചേർക്കുകയാണെങ്കിൽ അതനുസരിച്ചൊരു കളർ കിട്ടും. അതുപോലെ മൈദ നമ്മൾ ഒരുപാട് ബ്രൗൺ ആയി പോവാതെ ശ്രദ്ധിക്കുക. അത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് വളരെ കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്